ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അനാമിൻ്റെ കേക്ക് സ്മാഷിൻ്റെ വീഡിയോ ആണ്. പിന്നെ കേക്കിൽ മൾട്ടി കളറിൽ എങ്ങനെ റോസറ്റ് ഐസിങ് കൊടുക്കാന്നുള്ള പൈപ്പിംഗ് ടെക്നിക്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബിഗിനേഴ്സിനെ പോലും നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അനാമിൻ്റെ ഒരു 12 month ഫോട്ടോഗ്രാഫി കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് റെഡിയാക്കി വെക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പ്ലെയിൻ വാനില കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്രം കോട്ടൊക്കെ ചെയ്ത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചതാണ്. ഇതുപോലെയാണ് നമ്മൾ റോസറ്റ് ഐസിങ് കൊടുക്കുന്നത്. റോസറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനൽ കോട്ടിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ആ ക്രം കോട്ട് തന്നെ മതി. കാരണം റോസറ്റിൻ്റെ അത്യാവശ്യം നല്ല ക്രീം കൊണ്ടാണ് ചെയ്യുന്നത്. റോസറ്റ് ചെയ്യുന്നത് വിൽട്ടൺ 2D എന്നുള്ള ഈ ഒരു നോസിൽ കൊണ്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു നോസിലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ റോസറ്റ് ചെയ്തെടുക്കുക. വിൽട്ടൺ 2D അല്ലെങ്കിൽ 1M എന്നുള്ള 1M എന്നെഴുതിയ നോസിലാണെങ്കിലും പറ്റും. ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നോസിൽ ഇടുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നോസിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നോസിൽ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി നോക്കുക. എന്നിട്ട് ഏകദേശം എവിടെ കട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ടൊന്ന് നോസിലൊന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ നോസിൽ നന്നായിട്ട് ഫുള്ളായിട്ട് പുറത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് വരും. നല്ലോണം ശ്രദ്ധിക്കണം. ആ നോസിലിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ആ ഡിസൈനിൻ്റെ എഡ്ജൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ പുറത്തേക്ക് തന്നെ, ഈ പൈപ്പിംഗ് ബാഗിൻ്റെ പുറത്തേക്ക് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഡിസൈൻ മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് രണ്ട് കളറിൽ, ഞാൻ രണ്ട് കളർ വെച്ചിട്ടാണ് ഇപ്പോൾ റോസറ്റ് ചെയ്യുന്നത്. മൾട്ടി കളർ റോസറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. രണ്ട് കളറിൽ ആണിപ്പോൾ ചെയ്യുന്നത്. പിങ്ക് കളറും വൈറ്റും ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിങ്ക് കളറിലുള്ള ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വൈറ്റ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിങ്ക് ക്രീം എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്യുകയാണ്. പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡിൽ മാത്രം ഫില്ല് ചെയ്യുക, മറ്റേ സൈഡ് ഇങ്ങനെ ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് ആ സ്പേസിലേക്ക് വേണം നമ്മൾ വേറെ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് അങ്ങനെ ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ രണ്ടും ഫില്ല് ചെയ്ത് പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട് റോസറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പറയാൻ പോണത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ റോസറ്റ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് അടുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട്, കുറച്ചൊരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ കേക്കുമ്പോൾ കണ്ടില്ലേ ഒരു അടയാളം പോലെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ റോസറ്റും ഈ ഓരോ റൗണ്ടിൻ്റെ ഉള്ളിൽ ഫിറ്റാണ് വിധത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ റോസറ്റുകൾക്ക് ഇടയ്ക്ക് സ്പേസ് വരാതെ, എന്നാൽ ഒന്നിൻ്റെ മേലെ കയറി നിൽക്കൊന്നും ചെയ്യാതെ നല്ല കറക്റ്റ് പാകത്തിന് ഇത് എല്ലായിടത്തും വരും. എല്ലായിടത്തും ഒരേപോലെ നമുക്ക് ഒരേ സൈസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് സൈഡിലൊക്കെ ഇതേപോലെ ഒരു സ്പേസ്, ഓരോ ഇങ്ങനെ വട്ടം പോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. മെല്ലെ വെച്ചാൽ മതി കേട്ടോ. മെല്ലെ വെച്ചാൽ തന്നെ അവിടെ ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. എന്നിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഒന്നിങ്ങനെ ഒരു വഴക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. എന്നാൽ സിമ്പിളാണ്, എന്നാൽ നല്ല പവർഫുൾ ആയിട്ടൊരു ഡിസൈനാണ്. പെട്ടെന്ന് കാണുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ് കേട്ടോ. എന്നോട് കേക്ക് ഉണ്ടാക്കി തുടങ്ങി ഞാൻ ഫോട്ടോസ് ഇടുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, എൻ്റെ ഈ ഫോട്ടോ കൊണ്ട് എടുത്തിട്ട് എന്നോട് ചോദിക്കുന്നത് ഈ ഒരു നോസിൽ ഏത് ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് എന്നായിരുന്നു. കൂടുതലായിട്ട് ഈ നോസിലിൻ്റെ ഫോട്ടോ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുമുണ്ട്, ഇത് അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിതെല്ലാതും ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഓരോ റൗണ്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ചെയ്യാൻ മേലെ. അതുപോലെ തന്നെ താഴെ നമുക്ക് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ നമ്മളാക്കി വെച്ച റൗണ്ടിൽ കൂടെ ഒക്കെ ആക്കി വരുമ്പോൾ കറക്റ്റായിട്ട് ഓരോന്ന് ഒരു തിരക്കി അല്ലാതെ നല്ല പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബീഡ്സ് ഒന്നും വെക്കണില്ല കേട്ടോ. കാരണം കേക്ക് സ്മാഷാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കേക്ക് റെഡിയായി. ഇനി നമുക്ക് അടുത്ത ഐറ്റം മന്ത്ലി ഫോട്ടോഗ്രാഫി ഒന്ന് കണ്ടു നോക്കാം.
അടുത്തതായിട്ട് കേക്ക് സ്മാഷാണ്. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് എനിക്കൊരു ഐറ്റം കാണിക്കാനുണ്ട് കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻ്റെ ഫ്രണ്ട് ഷെസ്മിൻ അനാമിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അവൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. മാഷാഅല്ലാഹ് നന്നായിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. കേക്ക് സ്മാഷിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. കേക്കൊന്നൊക്കെ കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് അവളെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആൾക്ക്. ഈ കേക്ക് സ്മാഷ് എന്ന് പറയുന്നത് മലയാളികൾക്കിടയ്ക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് അവർ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ മുന്നെയാണിത് ഈ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. എന്നിട്ട് അവർ ആ ഫോട്ടോസ് വെച്ചിട്ടാണ് അത്ര അവരെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതാണ് അവർ ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഉദ്ദേശം. നമ്മൾ പക്ഷേ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്തത്. നമ്മളെ സൗകര്യം പോലെ ഒരു ദിവസം ചെയ്തതാണ്. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അവൾ ഇതിലിട്ടിട്ടുള്ള ഈ ടുട്ടു സ്കേർട്ടും DIY ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. താമസിയാതെ അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.